ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസ് തോറ്റിട്ടില്ലെന്നും ബിജെപിക്ക് ലഭിച്ച ജയം തട്ടിയെടുത്തതാണെന്നും മമത കൊൽക്കത്തയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായിട്ടാണ് പ്രവർത്തിച്ചതെന്നും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും സംഭവിച്ചത് ബംഗാളിലും സംഭവിച്ചുവെന്നും മമതാ ബാനർജി ആരോപിച്ചു. তারপরে ওখানেও অত্যাচার করতে শুরু করেছে, সুস্মিতা দেব আমাকে জানালো। পরবর্তী স্ট্র্যাটেজি আমরা পার্টিতে বসে ঠিক করব। আপনারা টাইম টু টাইম জানতে পারবেন, চিন্তা কোনো কারণ নেই। কেন, কিসের জন্য? আমরা তো হারিয়ে নিয়ে যাবো। হারলে আমি যদি শপথ দিতে যেতাম তাহলে আমি রেজিগনেশনটা করতাম। এখন তো কোয়েশ্চেন ডাজন্ট অ্যারাইজ। എന്തായാലും ഒരു വിചിത്രപരമായ ഒരു തീരുമാനമാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തോൽവിക്ക് ശേഷം തോൽവി അംഗീകരിക്കാൻ മമതാ ബാനർജി തയ്യാറാവുന്നില്ല എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ മമതാ ബാനർജി എടുത്തിരിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തൻ്റെ തോൽവി അംഗീകരിക്കാൻ മമതാ ബാനർജി തയ്യാറാകുന്നില്ല എന്ന് വേണം നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് തോറ്റിട്ടില്ല എന്നും ബിജെപിക്ക് ലഭിച്ച ജയം തട്ടിയെടുത്തതാണെന്നാണ് മമത പറയുന്നത്. കൊൽക്കത്തയിൽ സമ്മേളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തങ്ങളുടെ ജയം ബിജെപി മോഷ്ടിച്ചെടുത്തതാണ് എന്നാണ് ഇപ്പോൾ മമതയുടെ ഒരു പ്രധാന ആരോപണം. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും തോറ്റിട്ടില്ല, തങ്ങളുടെ ജയം തട്ടിയെടുത്തത് ബിജെപി ആണെന്നും പറയുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പ്രവർത്തിച്ചു എന്നൊരു ആരോപണവും മമത മുന്നോട്ട് വയ്ക്കുന്നത് ഉണ്ട്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും ഒക്കെ സംഭവിച്ചത് ബംഗാളിലും സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി ആരോപിക്കുന്നത്. എന്തായാലും വോട്ടെണ്ണലിന് മുൻപ് തന്നെ മമത ഇത്തരത്തിൽ അട്ടിമറി ഉണ്ട് എന്നൊക്കെ രീതിയിൽ ആരോപണങ്ങളൊക്കെ ശക്തമായിട്ട് ഉയർത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴിതാ തൻ്റെ തോൽവിക്ക് ശേഷവും ഇത്തരത്തിൽ രാജിവെക്കില്ല, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്നൊരു വിചിത്രമായൊരു വാദമാണ് മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തൃണമൂൽ കോൺഗ്രസ് തോറ്റിട്ടില്ല എന്നാണ് ഇപ്പോഴും മമത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിജെപി തങ്ങളുടെ ജയം തട്ടിയെടുത്തതാണെന്നാണ് മമതയുടെ ഒരു ആരോപണം. എന്തായാലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും ഒക്കെ സംഭവിച്ചത് തന്നെ ആവർത്തിക്കുകയാണ് ബംഗാളിലുമെന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്.